അപ്പൊ ഞാൻ പാടാൻ തുടങ്ങാണ്. ഓരേ പിയ ഓരേ പിയ ഓരേ പിയ ഓരേ പിയ ഓരേ പിയ. അയ്യോ, എന്റെ തൊണ്ട വേദനിപ്പിക്കുന്നത്. എനിക്ക് ഇത്ര പാടാനാവുന്നല്ലോ. അടി കൊച്ചിന് ദേശം വെള്ളം കൊടുക്കല് നോക്കല് പാടിയിട്ട് തൊണ്ട വേദന എടുക്കുന്നത്. ഞാനപ്പളെ പറഞ്ഞത് പാടണ്ടാണ്. ഇപ്പൊ എങ്ങനെയായിരിക്കണത്? നിങ്ങളെ തന്നെ പറയാം. ഇനി വേണമെങ്കിൽ അടുത്തത് ബട്ടർ പാടാം. എന്താ അപ്പമാരെ പാട്ട് വല്ലതും നീ പാടിയ നിന്നെ കൊന്നുകളെ. വെറുതെ ബാക്കിയുള്ള പാട്ടിനൊക്കെ നീ പാടി പാടി കൊളാക്കണം. എൻ്റെ തൊണ്ട ഇപ്പോൾ ശരിയായിട്ടുണ്ട്. അടുത്ത പാട്ട് ഞാൻ ഏത് പാടണം? അയ്യോ, പാട്ടൊക്കെ മതി. എൻ്റെ ചിന്നി പറഞ്ഞാൽ അതിനപ്പുറം ഒന്നുമില്ല. ഞാൻ മതി. ചാച്ചു, നീ അടിപൊളിയായി പാടല്ലേ? നീ പാടാം. ഞാനാ? അത് വേണോ? അതെ ചാച്ചു, നീ പാടും. ഇന്ന് നമ്മൾ പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ ആ ലാസ്റ്റ് ബെഞ്ചിൽ നീ ഒരു പാട്ട് പാടില്ല. ഏതാ പാട്ടെനിക്ക് കൃത്യമായിട്ടൊന്നുമില്ല. അത് ഫുള്ളായിട്ട് എനിക്ക് ഓർമ്മയൊന്നുമില്ല. ബട്ട് അറിയുന്നത്രയും പാടാം. ഞാനേ ഫോൺ നോക്കിയിട്ട് പാടാം. വരിയൊന്നും എനിക്ക് ഓർമ്മ. നീ സസ്പെൻസ് ഇല്ലാതെ പാടുപോകുന്നു. അമ്മോ, പൊളിച്ച് മോളെ, ഒരു രക്ഷയില്ല. പക്ഷെ എൻ്റെ പറ്റിൻ്റെ അത്ര വരത്തില്ല. നീ ഇത്രയും പാടുന്ന ഞാൻ വിചാരിച്ച. ശരിക്കും പറഞ്ഞാൽ ഇജ് പാടിയ നമ്മൾ ആർമീസിന് വേണ്ടിയിട്ടല്ലേ? അല്ല, നമ്മൾ ആർമീസിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് പാട്ടൊക്കെ പാടിയത്. അതിനിടയിൽ കുറച്ച് ഫോട്ടോസ് ഇതൊക്കെ ഇട്ടിട്ടുണ്ടാവും. അല്ല, ഇനി നമുക്ക് ഡ്രസ്സും എടുത്തൊക്കെ പോകാൻ പറ്റി. കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളെന്നാ നീ എന്താ ഭാഷയിൽ സംസാരിക്കുന്നത്? ഇത് വേറെ ഭാഷയാണല്ല. അതെന്നാ നീ അങ്ങനെ അറിയുന്നത്? ഈ ഭാഷയിൽ സംസാരിക്കുന്നത് എന്താ കുഴപ്പം? നല്ല പറഞ്ഞില്ലേ, ഇജ്ജ്, ഇങ്ങള്, ഉമ്മള്, ഞങ്ങള് വാങ്ങില്ലേ? അത് ഇങ്ങനെ സംസാരിക്കാതെ ഒരു മാറ്റൊക്കെ വേണ്ടേ? അതിരിക്കട്ടെ. അവിടെ എത്തിയാലേ എനിക്ക് ഒറ്റക്കന്നെ റൂമാണ്. എനിക്ക് എറിഞ്ഞിട്ട് കിടക്കാൻ കഴിയാം. അതെങ്ങനെ ശരിയാവും? അപ്പൊ എനിക്ക് ഒറ്റക്കന്നോ? നിങ്ങളെന്തെങ്കിലും കാക്ക്, ഞാൻ എൻ്റെ ചാച്ചൂസിൻ്റെ അപ്പുറം കിടന്നോളാം. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എന്നാ വേണ്ട, ഞാൻ എൻ്റെ ജെറിച്ചായൻ്റെ അപ്പുറം കിടന്നോളാം. ആരെപ്പുറം? ഈശോയെ പെട്ട്. അപ്പോ നീ പറഞ്ഞു വരുന്നത് വെച്ചാല് നീയും ആ കടുവത്തലേൻ്റെ ഫ്രണ്ടും കൂടി സെറ്റായ? എപ്പോ? എങ്ങനെ? അത് നിങ്ങളെപ്പോഴും കണ്ടിട്ട് അടിയല്ലേ? നോക്കി ഇതിടക്ക് ഇൻസ്റ്റഗ്രാം മെസ്സേജ്. അപ്പോ ഇതിനിടയിൽ കളിച്ച് നമ്മള് പൊട്ടനല്ല പൊട്ടത്തി. അപ്പൊ അവ നിന്നെ പ്രപ്പോസ് ചെയ്താ? എന്റെ ചെക്കൻ ആരെയും കടിച്ചോണ്ട് ഞാനും വേഗം പ്രപ്പോസ് ചെയ്യട്ടെ. നീ ഇതാര കാര്യം അറിയുന്നേ? അത് ഞാൻ അറിയാതെ എന്താ വാങ്ങുന്നത് വീണുപോയി. അത് നോയലാ. ഏത് നോയല്? ജിയോ സിനിമയില്ലാത്ത നോയലല്ലേ? എനിക്ക് പ്രശ്നിച്ചായിരുന്നു ആ ചേട്ടനോട്. ആ നോയല്ല സച്ചു, ആ ഏട്ടന്മാരുടെ കൂടെ നടക്കുന്ന എന്നുള്ള ആ ചേട്ടനോട്. അപ്പൊ എനിക്ക് നോയൽ ചേട്ടനെ ഇഷ്ടമാണോ? എന്നോട് ചെറിച്ചാൻ പറഞ്ഞായിരുന്നു നോയൽ ചേട്ടനെ എന്നെ കണ്ടപ്പോൾ എന്തൊക്കെ വിശ്വാസം എങ്ങനെ ഉണ്ടെന്ന്. ഇച്ചായനോ? ഇത് എപ്പോ? എന്തൊക്കെയാണ് നടക്കുന്നത് ചാച്ചു? നമ്മളറിയാതെ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നുണ്ട്. ഇനാരൊക്കെ സെറ്റായില്ലേ? അതെ, എനിക്കൊരാളെ ഇഷ്ടാ. ഇത് എവിടെ നിന്നൊക്കെയായി പൊട്ടി മുളക്കണ പേപ്പർ? എടി കുഞ്ചു, ഇനി നിന്റെ ആളാരാടി? അതും കൂടെ പറ. അത് അവരുടെ കൂടിയുള്ള പീറ്റർ. ഞാനും നീയും പറയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതെ, ഇതൊന്നും എന്നെ കൂട്ടണ്ടാട്ടാ. എന്തായാലും ഇത്രക്കായ സ്ഥിതിക്ക് നമ്മൾ സെറ്റാണെന്ന് കുഴപ്പമില്ലല്ലോ. എനിക്കൊന്നും അറിയാൻ മേല. നിങ്ങളായി നിങ്ങളുടെ പാടായി എന്നെ വിട്ടേക്കാം. ചാച്ചു, എനിക്ക് വിശക്കുന്നു. കഴിക്കാൻ സമയമായില്ലേ? വാ, നമുക്ക് കഴിക്കാൻ പോകാലോ.